നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ തോൽവിയുടെ കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുൻ സ്പീക്കർ എൻ ഷംസീർ. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തോറ്റതിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്നതെല്ലാം തിരിച്ചടിയായെന്നാണ് കുറ്റസമ്മതം. മലപ്പുറം കാളികാവിൽ നടന്ന സഖാവ് കുഞ്ഞാലിയുടെ 57ാമത് രക്തസാക്ഷി ദിനാചരണത്തിലാണ് ഷംസീറിന്റെ പരാമർശം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഇങ്ങനെ നടത്താൻ കുഞ്ഞാലിന്റെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുക? പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ പറയുന്നു, സഖാക്കളെ നിങ്ങൾ തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ആ പോരായ്മകൾ തിരുത്തി വർദ്ധ വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. ഇനി അപ്പുറത്ത് വന്നല്ലോ വരണം. ഇപ്പം മധുവിധ കാലല്ലേ, പുയ്യാപ്പിളാർക്ക് തക്കാരം കൊടുക്കും ഇഷ്ടം പോലെ. ഇപ്പൊ തക്കാരം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. 102 സീറ്റുമായി അധികാരത്തിലേക്ക് വന്നവർക്ക് ആദ്യ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 3 പേരല്ലേ മത്സരിച്ചത്? അവസാനം ചെന്നിത്തലനെ തൂഫാനാക്കി വിട്ടു. 2 മാസം കഴിഞ്ഞ് 3-ാം മാസത്തിലേക്ക് പോകുമ്പോൾ എന്താണ് കേരളത്തിന്റെ സ്ഥിതി? KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMനേറ്റ തോൽവി നേതൃഘടകങ്ങളിലടക്കം നിരത്തി എണ്ണി പറഞ്ഞതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ എൻ ഷംസീർ കുറ്റം ഏറ്റുപറയുന്നു. എന്തെല്ലാം കാരണങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നതിൽ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയത്തിനു ശേഷം ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ ഈ തോൽവിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും അതോടൊപ്പം തന്നെ വിലയിരുത്തലുകളുമായി CPM മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ CPMന്റെ ഒരു ജനകീയ നേതാവായ മുൻ സ്പീക്കറായ ഷംസീർ തന്നെ ഒരു പൊതുസമ്മേളനത്തിൽ തോൽവിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ 2 വിഭാഗമായി ചേരിതിരിഞ്ഞുള്ള പൊതുവായ പരാമർശങ്ങൾ നാം കാണുന്നത് പതിവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സുധാകരനുമായി ബന്ധപ്പെട്ടായാലും പയ്യന്നൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ടായാലും ഈ പാർട്ടി സഖാക്കളെ ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഈ സഖാക്കൾക്കെതിരായി പറയുന്നതെല്ലാം നാം പൊതുവായി തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ഈ വാർത്തകളിലെല്ലാം കാണുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വ്യത്യസ്തമായ തുറന്നു പറച്ചിലുമായി ഷംസീർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് വലിയ രീതിയിൽ CPM കൂടെ കൂട്ടിയിരുന്നു. പ്രത്യേകിച്ച് ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാൻ വെള്ളാപ്പള്ളി നടേശന് കഴിയുമെന്ന ഒരു ധാരണയിൽ അദ്ദേഹത്തെ കൂടെ കൂട്ടുന്നതെല്ലാം കണ്ടിരുന്നു. അന്ന് വലിയ രീതിയിൽ തന്നെ അദ്ദേഹം മലപ്പുറം ജില്ലയ്ക്കെതിരെ എല്ലാം പരാമർശം നടത്തിയിരുന്നു. ആ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഷംസീറിൻ്റെ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൊണ്ട് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി. അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെയും അതോടൊപ്പം മറ്റ് ചില സ്ഥലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥി നിർണയം ഈ ദയനീയമായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ദയനീയമായ തോൽവിക്ക് കാരണമായി മാറിയെന്നും അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പല നേതാക്കളും മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നാം കാണുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ കുഞ്ഞികൃഷ്ണൻ്റെ ഉൾപ്പെടെ അനുയായികളെല്ലാം വീടുകൾ തന്നെ ആക്രമിക്കുക. അദ്ദേഹം ഇന്നലെ കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ ചെമ്മീൻ വളർത്തു കേന്ദ്രമെല്ലാം പയ്യന്നൂരിൽ ആക്രമിക്കുന്നത് നാം കണ്ടിരുന്നു. ഒരു ഭാഗത്ത് ചില ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ ഇത്തരം ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ചില സഖാക്കൾ തങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാട്ടി തന്നെ അത് തിരുത്തുമെന്ന് ജനങ്ങൾക്ക് അതോടൊപ്പം തന്നെ സഖാക്കൾക്ക് ഉറപ്പ് നൽകി മുന്നോട്ട് വരുന്നത്. ശരി, KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.